ആത്മാർത്ഥമായി കൂട്ടിക്കൊണ്ടുപോയ ഒരു യാത്രയായിരുന്നു അത്. ഞാൻ അങ്ങനെ ടർക്കി വിസിറ്റ് ചെയ്ത സമയത്ത് ചരിത്രത്തിന്റെ ചില താളുകൾ, അവിടെ സെനാറ്റോ സെറായി എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാൻ കഴിയും. അതുപോലെ നിഖിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ക്രിസ്തീയ ദൈവാലയം കാണാൻ കഴിയും. ഇത് രണ്ടും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കൗൺസിലുകൾ നടന്ന സ്ഥലങ്ങളാണ്. ആദ്യത്തെ കൗൺസിൽ അവിടെ വിളിച്ചു കൂട്ടിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. കുസ്തന്തിനോസ് ചക്രവർത്തി ക്രൂശിന്റെ ദർശനം കണ്ട് അന്ന് വിളിച്ചുകൂട്ടി. ആമേൻ, ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ആ കൗൺസിലിന് ചരിത്രമിട്ടിരിക്കുന്ന അപരനാമം എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ സമ്മേളനമാണ്. രക്തസാക്ഷികളുടെ സമ്മേളനം. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ രക്തം ചിന്തി മരിച്ചവരാണ്. പക്ഷേ അന്നത്തെ കൗൺസിലിൽ വന്നത് 300-ലധികം ദൈവദാസന്മാർ പല രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നു. ആ വന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. ഒന്നുകൂടെ പറയുന്നു, എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ പോലും അവിടെ ഇല്ലായിരുന്നു. ചിലർക്കൊരു കൈയില്ല, ചിലർക്ക് വിരലുകളില്ല, ചിലർക്കൊരു കാലില്ല, ചിലർക്കൊരു കാതില്ല. ഇരുമ്പ് ദണ്ണ് പഴുപ്പിച്ച് മരത്തിൽ കെട്ടിയിട്ട് ഒരു കൈ ഇങ്ങനെ ഉരുക്കി 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 അസ്ഥി മുഴുവൻ തകർത്ത് ഒറ്റക്കയ്യനായി വന്ന ഒത്തിരി ദൈവദാസന്മാർ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ദൈവദാസൻ ജോൺ എന്ന പേരുള്ള ഒരു കർത്തൃദാസൻ ആ സുന്നഹദോസിൽ സംബന്ധിച്ചിരുന്നു. രക്തസാക്ഷികളുടെ സമ്മേളനം. വേലക്കാരെല്ലാം ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ നോക്കിയപ്പോൾ ആ പള്ളിയുടെ ഒരു മൂലയിൽ താഴെ മാറിയിരിക്കുന്ന ചക്രവർത്തിയെ, രാജാവിനെ അവർ കണ്ടിട്ട് ചോദിച്ചു, സാർ വന്നൊന്ന് ആരംഭം കുറിക്കാമോ പ്രാർത്ഥിച്ച് നമ്മുടെ മഹായോഗ. അദ്ദേഹം പറഞ്ഞു, രാജ്യം ഭരിക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ, ആലയം ഭരിക്കാനുള്ള വിളി എനിക്കില്ല. ഉസിയാവിനില്ലാത്ത ബോധം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. ആലയം ഭരിക്കാനുള്ള, ആലയത്തെ ശുശ്രൂഷിക്കാനുള്ള കൃപ എനിക്കില്ല, എനിക്ക് രാജ്യം ഭരിക്കാനേ ഉള്ളൂ. ഉസിയാവ് ആലയത്തിൽ ഒന്ന് കയറി തൊട്ടതാണ് കുഷ്ഠരോഗിയായി താൻ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായി. 2 യോഥാമിനെ കുറിച്ച് 27 അധ്യായം, വളരെ പെട്ടെന്ന് തുറക്കുക. 27 അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2-ാമത്തെ വാക്യം 27:2. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, തന്റെ അപ്പനാകുന്ന ഉസിയാവ് ആലയത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ യോഥാമിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ആലയത്തിലോട്ട് കടന്നില്ല. ഒരു ഭാഗം പറഞ്ഞാൽ അവൻ കടന്നില്ലെന്നേ ഉള്ളൂ, കടക്കേണ്ടവർക്ക് അവൻ തടസ്സമായില്ല. സ്തോത്രം 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 സ്തോത്രം. അവൻ കടന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവന്റെ ലൈഫ് അവൻ കളഞ്ഞു, പക്ഷെ വേറെ ആരെയും അവൻ ഉപദ്രവിച്ചിട്ടില്ല. എന്നാൽ ആഹാസിനെ കുറിച്ച് വായിക്കുന്നത് അവൻ 28 അധ്യായം 28-24 വായിച്ചു. 28-24. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. അടുത്തത്, യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ്. ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യോഥാം ചെയ്തത് ആലയത്തിലേക്ക് കടന്നില്ല. എന്നാൽ ആഹാസ് ചെയ്തത്, ഞാനും കടക്കുന്നില്ല, മറ്റാരും കടക്കുകയും വേണ്ട. സ്തോത്രം സ്തോത്രം സ്തോത്രം. കെട്ടിന്ന് അഴിയാൻ പോവാണ്. യേശുവിന്റെ നാമത്തിൽ കെട്ട് അഴിയാൻ പോവാണ്. യഹോവ നിസി ആലയം തുറന്നിട്ടിരിക്കുകയാണ്. ഒരാത്മാവിനെയും കൂടി നേടുക എന്നുള്ള അസൈൻമെന്റ് ഈ ആണ്ടിന്റെ 1-ാം തീയതി കർത്താവ് തൻ്റെ ജനത്തിന്റെ കയ്യിൽ തന്നെങ്കിൽ കടക്കാതിരിക്കത്തക്കവണ്ണം തടയുന്ന ആഹാസിന്റെ പവറിനെ ദൈവസഭ ആത്മാവിൽ ക്യാൻസൽ ചെയ്യണം. ആൽബിനോ ഹസ്തനാഥന. യേശുവിന്റെ നാമത്തിൽ കടക്കാതിരിക്കുന്ന, കർത്താവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുവാൻ വഴി തുറക്കാതിരിക്കുന്ന ആഹാസിന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. ഒരിക്കൽ സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ അകത്ത്, കർത്താവേ, നിങ്ങൾ പ്രത്യാശ വെക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ശ്രദ്ധിക്കുക പദങ്ങൾ. നിങ്ങൾ പ്രത്യാശ വെക്കുന്നവർ, ഞാൻ കാരണം, എൻ്റെ സ്വഭാവം കാരണം, എൻ്റെ വാക്കുകൾ കാരണം, എൻ്റെ ഇടപെടൽ കാരണം അവർ ഒരിക്കലും ലജ്ജിച്ചു പോകരുത്. പെന്തക്കോസ്തിന്റെ അകത്ത് വന്ന് ആരാധിക്കുന്ന ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും നിർബന്ധമായും 5-ാമത്തെ സുവിശേഷം നമ്മളാണെന്ന് ചിന്തിക്കണം. 1-ാം സുവിശേഷം മത്തായി, പിന്നെ മർക്കോസ്, പിന്നെ ലൂക്കോസ്, പിന്നെ യോഹന്നാൻ, പിന്നെ ഒരു സുവിശേഷം ഉണ്ടെങ്കിൽ അത് ഞാനാണ്. എൻ്റെ പ്രസംഗമല്ല എൻ്റെ സുവിശേഷം, ഞാൻ തന്നെയാണ് സുവിശേഷം. എന്നെ കണ്ട ഒരാൾ യേശുവിനെ കാണുന്നില്ല എങ്കിൽ അത് യേശുവിൻ്റെ കുഴപ്പമല്ല, അത് എൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തോട് പറയണം, 2026 കർത്താവേ, ഞങ്ങൾ പാടുന്നത് പോലെ യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ.
ഞാൻ എൻ്റെ ചർച്ചിൽ ചലഞ്ച് ചെയ്യും. മരണത്തിന് മുമ്പ് നിങ്ങളെ അറിയാത്ത ഒരാൾ, നിങ്ങളെ ആദ്യമായി കാണുന്ന ഒരാൾ ആദ്യമായി കണ്ടിട്ട് പറയണം, നിങ്ങളെ കണ്ടിട്ട് യേശുവെ കാണുന്ന പോലെ തോന്നുന്നു, നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ യേശു ഉള്ളതുപോലെ തോന്നുന്നു എന്ന് നിങ്ങളെ ആയുസ്സിൽ അറിയാത്ത ഒരാൾ ആദ്യമായി കാണുമ്പോൾ പറയാൻ ഒരു സാക്ഷ്യമുണ്ട് എങ്കിൽ ഉറപ്പാ ആ വ്യക്തിയാണ് ആത്മീകൻ. എന്നോട് ചേർന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞ്, യേശുവേ അങ്ങേ പോലെയാകുവാൻ, അങ്ങയുടെ മനോഭാവമുള്ളവരായി മാറുവാൻ എനിക്കൊരു കൃപ തരണമേ കർത്താവേ. യോഥാം ആലയത്തിന്റെ അകത്തേക്ക് കടന്നില്ല എന്ന് വെച്ചാൽ ആർക്കും കടക്കാൻ താൻ ഒരു തടസ്സമല്ല. എന്നാൽ ആഹാസ് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തവനാണ്. ആഹാസ് എന്ന് വെച്ചാൽ ആലയത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ അനുവാദമില്ല. നിങ്ങൾ ഇന്ന് UP-യിൽ ചെല്ലുക, ഛത്തീസ്ഗഡിൽ ചെല്ലുക. നമ്മുടെ സഭ മിഷൻ ഓറിയന്റഡ് ചർച്ചാണല്ലോ. നോർത്ത് ഇന്ത്യൻ വയലുകളിൽ ഒത്തിരി അധ്വാനിക്കുകയും അധ്വാനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും മുറിവേറ്റവരുടെ മനസ്സ് തണുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലീഡറും കോവർക്കേഴ്സും സഭയുടെയും മുമ്പിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. 10,000 പേർ, 20,000 പേർ, 15,000 പേർ, 500 പേർ, 1000 പേർ ഒക്കെ ആരാധിച്ച UP-യിലെ സഭകൾ മുഴുവൻ ആഹാസ് അടച്ചു കളഞ്ഞു, ബാൻ ചെയ്തു. തുറക്കാനൊക്കത്തില്ല. 5 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഇത് ആഹാസിന്റെ കാലമാണ്. ആലയത്തിന്റെ വാതിൽ അടപ്പിക്കാൻ ശ്രമിക്കുന്ന കാലം. തുറക്കാം, പക്ഷെ എഗ്രിമെന്റോടുകൂടെ. എന്ത് എഗ്രിമെന്റ്? ദൈവസഭയ്ക്ക് മാമോനുമായിട്ടൊരു എഗ്രിമെന്റ് ഇല്ല. ദൈവമക്കൾ സൂമിലും ഓൺലൈനിലും ഒക്കെ അതാത് സ്ഥലങ്ങളിൽ ഇരുന്ന് ആരാധിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാ. 30,000-ഓളം പേർ ഒന്നിച്ചാരാധിച്ച UP-യിലെ ആലയം അവർ വന്ന് അടച്ചു, എല്ലാം അടച്ചു. അലഹബാദിലെ ആലയങ്ങൾ അവർ അടച്ചു, റായ്പൂരിലെ ആലയങ്ങൾ അടച്ചു, ഭിലായിലെ ആലയങ്ങൾ അടച്ചു. പക്ഷെ മറക്കരുത്, ഇതിൻ്റെ അകത്ത് ആരാധിച്ച ദൈവമക്കൾ വേദനയോടെ വീടുകൾക്കകത്തിരുന്നു സ്തോത്രം ചെയ്യുന്നുണ്ട്. അവരുടെ പാസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. മറക്കരുത്, ഫറവോനെ കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയുടെ മുമ്പിൽ വെച്ച് കുഞ്ഞിക്കാലുകൾക്ക് പിടിച്ച് കറക്കി നൈൽ നദിയുടെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ നൈൽ നദി കൈനീട്ടിയ കുഞ്ഞുങ്ങളെ വാങ്ങി ആ ശ്വാസം മുഴുവൻ വെള്ളത്തിൽ നിലച്ചു പോകുമ്പോൾ തമ്പുരാൻ അന്നേ തീരുമാനിച്ചു, എടാ ഫറവോനെ, ശ്വാസം മുട്ടി മരിക്കുന്നതിന്റെ സുഖം എന്താണെന്ന് നിന്നെ അറിയിക്കാതെ ഞാൻ അടങ്ങത്തില്ല. ശ്വാസം മുട്ടിച്ച് നീ ഒത്തിരി എണ്ണത്തെ നൈലിൽ കൊന്നെങ്കിൽ ചെങ്കടലിൽ വെച്ച് ഞാൻ തീർക്കും, ചെങ്കടലിൽ വെച്ച് ഞാൻ പകരം ചെയ്യും. യെസ്, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. ശ്വാസം മുട്ടി മരിക്കുന്നതിന്റെ സുഖം എന്താണെന്ന് നീ അറിഞ്ഞേ പറ്റുള്ളൂ. കാര്യം നീ തൊട്ടത് എന്റെ കുഞ്ഞുങ്ങളെയാണ്. എടാ അപ്പനമ്മമാരെ തൊട്ട കുഴപ്പമില്ല, പിള്ളേരെ തൊട്ടാ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ആദ്യത്തെ സെഷനിൽ പറഞ്ഞ ദൂത് പോലെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാ. പിള്ളേരെ തൊടുന്ന പൈശാചിക അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. അടുത്ത ജനറേഷൻ ജനിക്കാൻ പോകുകയാ. നിന്റെ കൈവപ്പിനാൽ ഒരു ആത്മാവ് രക്ഷയിലേക്ക് വരാൻ പോകുകയാ. അത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടവനാകട്ടെ, യേശു അവരെ തൊടാൻ പോകുകയാ നിങ്ങൾ മുഖാന്തിരം. UP-യിലെ ആലയമായി അടച്ചത് കൊണ്ട് ആഹാസേ നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. ഛത്തീസ്ഗഡിലെ ആലയം അടച്ചത് കൊണ്ട് പിശാചേ നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. നൈജീരിയയിൽ കൂട്ടക്കൊല ചെയ്തത് കൊണ്ട് നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. 10,000 തലയറുത്ത് സിറിയയിൽ രക്തപ്പുഴ ഒഴുക്കിയത് കൊണ്ട് നീ ജയിച്ചെന്ന് വിചാരിക്കരുത്. ഒരു ഹിസ്കിയാവ് വരുന്നുണ്ട്. ആഹാസിന്റെ കാലം സഭയുടെ ഡെഡ് എൻഡ് അല്ല. ആഹാസിന്റെ കാലം ഡെഡ് എൻഡ് അല്ല. ഇതിനപ്പുറത്തൊരു ഹിസ്കിയാവ് വരുന്നുണ്ട്. 2026 സഭയുടെ വർഷമാണ്. ഉസിയാവ് ആലയത്തിൽ നിന്ന് പുറത്തുപോയി. യോഥാം ആലയത്തിലേക്ക് കടന്നില്ല. ആഹാസ് ആലയത്തിന്റെ വാതിലടച്ചു. ഫൈനലി 29-ാം അധ്യായം 3-ാം വാക്യം പ്ലീസ്. 29:3. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ, ഹിസ്കിയാവിനെ കുറിച്ച് വായിക്കുക. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് 2026 ആദ്യ മാസത്തിൽ ഈ വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുകയാ. ഹിസ്കിയാവ് തന്റെ വാഴ്ചയുടെ 1-ാം മാസത്തിൽ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. എല്ലാരും ചേർന്ന് പറ, വാതിലുകൾ തുറന്നു. പോരാ, ഇത്രയും ആയിരക്കണക്കിന് ദൈവമക്കളായി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ശബ്ദം പോരാ. കമാൻ, കര ഉയർത്തി പറ, വാതിലുകൾ തുറന്നു.
ഇതൊരു പ്രൊഫറ്റിക് ആക്ഷനാ. അടച്ചവന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാ. വാതിലുകൾ തുറന്നു. പറ അടുത്ത ലീഡർഷിപ്പിലേക്ക് വരേണ്ടവർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പന്റെ അനുഗ്രഹം കിട്ടേണ്ട മക്കൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ചുമ്മാണ്ട് വായു ഇവിടെ ചിരിക്കരുത്. വാ തുറന്ന് ആക്ട് ചെയ്ത് പറ, വാതിലുകൾ തുറന്നു. 3 രാജാക്കന്മാർ, 1 ആലയത്തിൽ നിന്ന് പുറത്തായി, 2 ആലയത്തിൽ കയറിയില്ല, 3 ആലയത്തിന്റെ വാതിൽ അടച്ചു. അതോടുകൂടെ കഥ തീർന്നെന്ന് വിചാരിക്കരുത്. ഈ ക്ലോക്ക് പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലം വരികയാ. അതാണ് 2026. ഇത് ഹിസ്കിയാവിന്റെ കാലമെന്ന് ഞാൻ പ്രവചിച്ചു തുടങ്ങുന്നു. ഈ ആണ്ടിന്റെ 1-ാം മാസം ഹിസ്കിയാവ് എന്ത് ചെയ്തോ അത് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുകയാ. അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ സംഭവിക്കാൻ പോകുകയാ. എവിടെയെല്ലാം പെർസിക്യൂഷൻ ശക്തമാണോ, ഏതെല്ലാം സ്റ്റേറ്റിൽ, ഏതെല്ലാം രാജ്യത്ത് ഉപദ്രവങ്ങൾ ശക്തമാണോ, അതിലേക്ക് 2 ദിനവൃത്താന്തം 29:3 ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ ആത്മാവിൽ അയക്കുകയാ. ഈ പ്ലാറ്റ്ഫോം ഒരു സഭയുടെ മാത്രം പ്ലാറ്റ്ഫോം അല്ല. ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന്റെ പ്ലാറ്റ്ഫോമാണ്. രാജ്യത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, അതോറിറ്റിയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ ഗർജിക്കുകയാണ്. ഹിസ്കിയാവ് എഴുന്നേൽക്കുകയാ. ഹിസ്കിയാവ് എഴുന്നേൽക്കുകയാ. ആഹാസിനെ തട്ടി തെറിപ്പിച്ചിട്ട് അത് ഹിസ്കിയാവ് എഴുന്നേൽക്കുകയാ. ആരുടെയും സിംഹാസനം സ്ഥിരമല്ല. ആരുടെയും സിംഹാസനം സ്ഥിരമല്ല. തട്ടി തെറിപ്പിച്ചൊരു ഹിസ്കിയാവ് വരികയാ. ഈ ദൂത് ദഹിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന അന്യഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. കരബലം കൊണ്ടടയ്ക്ക്, പണബലം കൊണ്ടടയ്ക്ക്, പിടിപാട് കൊണ്ടടയ്ക്ക്, രാഷ്ട്രീയ ബലം കൊണ്ടടയ്ക്ക്, പൊതുജനത്തിന്റെ ബലം കൊണ്ടടയ്ക്ക്. നീ എന്ത് ബലം കൊണ്ടടച്ചാല് അഭിഷേകമുള്ളവൻ തുറക്കും. 6000 വർഷത്തെ മരണത്തിന്റെ പാരമ്പര്യ ഒറ്റ ഉയർപ്പ് കൊണ്ട് എൻ്റെ യേശു അഴിച്ചെങ്കിൽ ഇന്ന് രാവിലെ എന്തുകൊണ്ട് പിശാച നീ കെട്ടിയാൽ, പിടിപാട് കൊണ്ട് കെട്ടിയാൽ, ആൾബലം കൊണ്ട് കെട്ടിയാൽ, പണബലം കൊണ്ട് കെട്ടിയാൽ, രാഷ്ട്രീയ ബലം കൊണ്ട് കെട്ടിയാൽ, എന്തുമാകട്ടെ, ഇന്ന് പകൽ ആരാധിക്കാൻ ദൈവമക്കൾ ഇവിടെയുണ്ട്. ആലയം നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കൾ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുമ്പോൾ ആമേൻ ആമേൻ ധൂപവർഗത്തിലെ പുക ഉയരുന്നത് പോലെ ഈ ആലയത്തിൽ നിന്ന് ആരാധനയുടെയും പ്രാർത്ഥനയുടെയും പുക ഉയർന്ന് അടച്ചു വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആലയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഒരു ചെറിയ മനുഷ്യന്റെ കൈപ്പത്തി പോലെ മാത്രമേ മേഘം ഉയരുന്നുള്ളെങ്കിൽ, ഒരു ചെറിയ മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഇന്ത്യ മഹാരാജ്യം വലുതാണ്. അതിൻ്റെ അകത്ത് ഈ സഭ ഒരു ചെറിയ മനുഷ്യന്റെ കൈപ്പത്തി പോലെ. ഇവിടെ നിന്നൊരു ചെറിയ മേഘ, പക്ഷെ പെയ്യാൻ പോകുന്ന മഴ വലിയതാണ്. മേഘം ചെറുത്, മഴ വലിയത്. മേഘം ചെറുത്, മഴ വലിയത്. തൊട്ടപ്പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ കുറച്ചു പേരാണ്. ഇതിൻ്റെ അകത്ത് അധികം പേരുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുന്നത് കുറച്ചു പേർ, പക്ഷെ പെയ്യാൻ പോകുന്ന മഴ വലിയത്. സ്വീകരിക്കുക. അറബി അംദൽ ഖമനിക ബൗഷാസിയാര കർത്തൃദാസൻ ആരംഭത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ആത്മാവിന്റെ അസാധാരണ പകർച്ച വെളിപ്പെടുന്നുണ്ടായിരുന്നു. ഈ വർഷം ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത പകർച്ച ദൈവസഭയ്ക്കകത്തേക്ക് ദൈവം അയക്കുകയാ. വിളിച്ചിട്ട് വരാത്തവർ വിളിക്കാതെ വരാൻ പോകുകയാ. ഇത് ആത്മപകർച്ചയുടെ സമയ, ഇംപാർട്ടേഷന്റെ സമയ. ഇപ്പോൾ അഭിഷേകം പ്രാപിക്കാത്തവർ പ്രാപിക്കട്ടെ. അന്യഭാഷ പറയാത്തവർ പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാത്തവർ റിസീവ് ചെയ്യട്ടെ. ഹിസ്കിയാവിന്റെ കാലം വരികയാ. പുതിയ ജോലിയുടെ വാതിൽ തുറക്കുകയാ. പുതിയ ബിസിനസിന്റെ വാതിൽ തുറക്കുകയാ. പുതിയ രാജ്യത്തിന്റെ വാതിൽ തുറക്കുകയാ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസിനുള്ള വാതിൽ തുറക്കുകയാ. നിന്റെ ബാങ്കിലെ ലോൺ അടച്ചു തീർക്കാനുള്ള വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കുകയാ. നിന്റെ കടഭാരം നീങ്ങാനുള്ള വാതിൽ തുറക്കുകയാ. ഇത് ഹിസ്കിയാവിന്റെ കാലം. യേശുവിന്റെ നാമത്തിൽ ഇത് ഹിസ്കിയാവിന്റെ കാലം.
തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുകയാണോ എന്ന് ചിന്തിക്കുന്ന നിന്നെ തകർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പൊക്കിയെടുക്കാൻ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഇതുവരെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് സൗഖ്യമാകാത്ത ചില മേഖല ഈ ആരാധനയിൽ ഹീലാവുകയാണ്. ഭൂതം കെട്ടിയത് ഇന്ന് രാവിലെ അഴിയുകയാ, ആഭിചാരം ബന്ധിച്ചത് ഇന്ന് രാവിലെ അഴിയുകയാ, മന്ത്രവാദം ബന്ധിച്ചത് ഇന്ന് രാവിലെ അഴിയുകയാ. നിത്യജീവനായി നിയമിക്കപ്പെട്ട സകലരും യേശുവിനെ വിശ്വസിക്കാൻ പോകുന്നു. ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന രോഗി സൗഖ്യമാകും. അവർ ആലയത്തിൽ വന്ന് രക്ഷിക്കപ്പെടും, അവർ സ്നാനപ്പെടും, അവർ അഭിഷേകം പ്രാപിക്കും, അവർ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കും. നീ പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗി സൗഖ്യമാകും, അവർ രക്ഷിക്കപ്പെടും, അവർ നിന്റെ കൂടെ ഇരുന്ന് ആരാധിക്കും, അവർ സ്നാനപ്പെടും, അഭിഷേകം പ്രാപിക്കും, അപ്പം നുറുക്ക്. അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിച്ച് ആയിരക്കണക്കിന് പേർ ഈ ആണ്ടിൽ സ്നാനമേറ്റ് സഭയോട് ചേരുകയാ. അതിനെതിരെ ഉയരുന്ന എല്ലാ അന്ധകാരത്തിന്റെ ഭജനകളും അന്ധകാരത്തിന്റെ ആലോചനകളും അന്ധകാരത്തിന്റെ ശക്തികളും ഇന്ന് രാവിലെ മെഴുകുപോലെ ഉരുകട്ടെ. ചിലരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ അറിയുന്നു. ആരും കൈവെക്കാതെ ദൈവത്തിന്റെ പവർ ശുശ്രൂഷകൾക്ക് കൈമാറ്റം വരുന്ന സമയങ്ങളാ. ശുശ്രൂഷ കൈമാറാൻ പോകുകയാ. അപ്പന്റെ ശുശ്രൂഷ മകനിലേക്ക്, നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കുക. ചിലരിലോട് ദൈവാത്മാവ് പ്രവചിക്കുകയാ. നിന്റെ മക്കൾ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കുക. കൈവച്ച് ചിലതിനെ പരസ്യമായി വേർതിരിക്കുന്ന സമയ, ചിലതിന്റെ ഓർഡിനേഷൻ കൊടുത്ത് മാറ്റിയെടുക്കുന്ന സമയ, ചിലതിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയം. 2026 നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ തലമുറ മിനിസ്ട്രി ചെയ്യുന്നത് നീ കാണുന്നൊരു കാലം വരാൻ പോകുകയാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് നിന്റെ തലമുറ ശുശ്രൂഷ കൈയേൽക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ 2026